തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. മുസ്ലിം ലീഗിനെ ഞെട്ടിച്ച് അബ്ദുൾ റഹിമാൻ രണ്ടത്താണി ഇടതുപാളയത്തിലേക്ക്. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. താനൂരിലോ തിരൂരിലോ രണ്ടത്താണി LDF സ്ഥാനാർത്ഥിയായേക്കും. ഇതിനിടെ കോവളത്ത് ഭഗത് റൂഫസിനെ ഇറക്കി ഇടതുമുന്നണി സ്വതന്ത്രതന്ത്രം പയറ്റുകയാണ്. UDFൽ 95 സീറ്റിൽ കോൺഗ്രസും 27-ൽ ലീഗും മത്സരിക്കും. പക്ഷേ കൊച്ചിയിൽ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും തർക്കത്തിലാണ്. താൻ നിന്നാൽ ജയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അവകാശപ്പെടുമ്പോൾ കണ്ണൂരിൽ സുധാകരനായി പന്തം കൊളുത്തി പ്രകടനമാണ്. മകനുവേണ്ടി PJ ജോസഫ് വഴിമാറുമ്പോൾ സണ്ണി ജോസഫിനെതിരെ സ്വന്തം മണ്ഡലത്തിൽ പോസ്റ്ററുകൾ നിറഞ്ഞു. വടകരയിൽ MK ഭാസ്കരനും കൽപ്പറ്റയിൽ അനിൽകുമാറുമാണ് RJD സ്ഥാനാർത്ഥികൾ. MT രമേശിന് സീറ്റില്ലാത്തതും നൂർബിന റഷീദിന്റെയും പാലക്കാട് ലീഗ് പ്രവർത്തകരുടെയും പ്രതിഷേധവും മുന്നണികളെ വലയ്ക്കുന്നു. മുള്ളൻ പന്നിയെ കൊന്ന കേസിലും സർക്കാരിന്റെ അവസാന നിയമനങ്ങളിലും കോടതിയും ഗവർണറും കടുത്ത നിലപാടിലാണ്. ആലപ്പുഴയിൽ വാട്ടർ മെട്രോ വരുന്നുണ്ടെങ്കിലും ഗ്യാസ് ക്ഷാമം മൂലം 900 ഹോട്ടലുകൾ അടച്ചു. BLOമാർക്ക് ദിവസക്കൂലി വെറും 20 രൂപയിൽ താഴെ മാത്രമെന്ന് റിപ്പോർട്ട്. ഇതിനിടയിലും ജനങ്ങൾക്കെന്നെ അറിയാം, ഫ്ലെക്സ് അടിച്ച് ധൂർത്തു വേണ്ടെന്ന് ചാണ്ടിയുമ്മൻ. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്ത് തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.